മലപ്പുറത്ത് RTO ഉദ്യോഗസ്ഥന്റെ കസേരയിലിരുന്ന് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയ കൊണ്ടോട്ടി MLA വിവാദത്തിൽ മുസ്ലിം ലീഗ് MLA TP അഷ്റഫ് അലിയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിലെത്തി പ്രധാന ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കസേരയിലിരുന്നത്. ഇത് പ്രോട്ടോകോൾ ലംഘനമെന്ന ആക്ഷേപം തന്റെ ഫേസ്ബുക്ക് പേജിലും ഇത് റീൽസാക്കി ഇത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇവരുമായി മലപ്പുറത്ത് നിന്നും ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ്, ഈ റീൽ വലിയ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇടപെടലൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇതുവഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലിയാണ് ഇത്തരത്തിൽ RTO ഉദ്യോഗസ്ഥന്റെ കസേരയിൽ ഇരുന്ന് മറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അതായത് അദ്ദേഹം ഈ ഒരു സംഭവം അതൊരു റീൽസായി ചിത്രീകരിച്ച് ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനടിയിലും അത്തരത്തിലുള്ള കമാൻഡുകൾ അടക്കം വരുന്നുണ്ട്. നിലവിൽ കൊണ്ടോട്ടി RTO ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് വളരെ രൂക്ഷമാണ് എന്ന് അദ്ദേഹം ആ ഒരു അതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ UDF സർക്കാർ പരിഹരിക്കും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ RTO ഓഫീസിലെ പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഓഫീസിൽ എത്തിയത് എന്നാണ് പറയുന്നത്. സാധാരണ ഇത്തരത്തിൽ MLA മാരും മറ്റ് ജനപ്രതിനിധികളും അടക്കം ചർച്ചകൾക്ക് വേണ്ടി ഇത്തരം ഓഫീസുകളിൽ എത്താറുണ്ട്. പക്ഷേ അവർ ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ കസേരയിൽ കയറി ഇരുന്ന് ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുകയോ ചെയ്യാറില്ല. അവർ അതായത് ഉദ്യോഗസ്ഥൻ ഇരിക്കുന്നത് അത് നിയമപരമായി സർക്കാർ അനുവദിച്ച നിയമപരമായ ആ സീറ്റിലാണ്. സ്വാഭാവികമായും അവർ മാത്രമാണ് ആ ഒരു കസേരയിൽ ഇരിക്കാറുള്ളത്. ഇത്തരത്തിൽ വകുപ്പ് മന്ത്രി പോലും ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് നിർദ്ദേശങ്ങൾ നൽകാറില്ല. എന്നാൽ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ചട്ടങ്ങൾ പൂർണ്ണമായും മറികടന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് MLA കൂടിയായ TP അഷ്റഫ് അലി ഒരു ഉദ്യോഗസ്ഥൻ ഇരിക്കുന്ന കസേരയിൽ പോയിരുന്ന് മറ്റ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതായത് നിലവിൽ ആ കസേരയിൽ ഇരിക്കേണ്ട ഉദ്യോഗസ്ഥൻ മറ്റൊരു ഭാഗത്ത് ഇരുന്ന് TP അഷ്റഫ് അലി അടക്കമുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സാധാരണ ഒരു ജനപ്രതിനിധി അത് അവർക്ക് അധികാരം കിട്ടിയത് കൊണ്ടാണ് അതിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ TP അഷ്റഫ് അലിയും ഇത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അതും വലിയ രീതിയിൽ തന്നെ വിവാദമായിട്ടുണ്ട്. അത് തന്നെയാണ് MLA തന്നെയാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിമർശനം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞു. ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന രീതിയിലുള്ള വിമർശനം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ശിവദാസ് കന്മനമാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.